മക്കളെ തംബ്നെയിൽ കണ്ടിട്ട് ഞെട്ടിയിട്ടാണ് വരുന്നതെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഫുള്ളായിട്ട് നിങ്ങൾ കേൾക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈം ലൈൻ ഒന്ന് റീവൈൻഡ് ചെയ്ത് കഴിഞ്ഞ വർഷത്തെ പബ്ലിക് എക്സാമിൻ്റെ സമയത്തേക്ക് പോയാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും +1 പബ്ലിക് എക്സാം. അതിൽ +1ൻ്റെ മാത്സ് പരീക്ഷ ഓൾറെഡി +2 പഠിക്കുന്നവർക്ക് അറിയാം, +1 പഠിക്കുന്നവർക്ക് അറിയുണ്ടാവില്ല. നിങ്ങൾ നിങ്ങളുടെ ചേട്ടന്മാരോടും ചേച്ചിമാരോടും ചോദിച്ചാൽ അറിയാം. എന്താണ് അവിടെ സംഭവിച്ചത്? സംഭവിച്ചിത്രേ ഉള്ളൂ. +1 മാത്സ് പരീക്ഷ ക്രിസ്മസ് എക്സാം ഈസി ആയിരുന്നു. മോഡൽ പരീക്ഷ വളരെ ഈസി ആയിരുന്നു. പബ്ലിക് എക്സാമിലെത്തിയപ്പോൾ ഈ ക്രിസ്മസ് പരീക്ഷേനെയും ഈ മോഡൽ എക്സാമിനെ വെച്ച് നോക്കുമ്പോൾ വേറെ ലെവലായിരുന്നു. വേറെ ലെവലെന്ന് പറയാൻ കാരണം കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ ഇന്നേ വരെ കാണാത്ത രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, അത് NCERTയിലെ ചോദ്യങ്ങളാണ് അല്ലേ, അത് പഠിക്കേണ്ടതല്ലേ എന്നൊക്കെയാണ് നിങ്ങൾ വീണ്ടും ആർഗ്യൂ ചെയ്യാൻ പോകുന്നെങ്കിൽ ഒബ്വിയസ്ലി അങ്ങനെ കമൻറ്റ് ബോക്സിൽ കമൻറ്റൊക്കെ ആയിരിക്കും. ഒബ്വിയസ്ലി NCERTയിലെ ചോദ്യങ്ങൾ തന്നെയാണ്. പക്ഷേ ആ രീതിയിലുള്ള ചോദ്യങ്ങളല്ലായിരുന്നു മോഡൽ എക്സാമിനുള്ളത്. മോഡൽ മാതൃകാ പരീക്ഷയിലുണ്ടായിരുന്നു. ആ രീതിയിലുള്ള ചോദ്യങ്ങളെ അല്ലായിരുന്നു ക്രിസ്മസ് പരീക്ഷയിലുണ്ടായിരുന്നു. പിന്നെ എങ്ങനെ പബ്ലിക് എക്സാമിന് പെട്ടെന്ന് പാറ്റേൺ അവർ മാറ്റി, പെട്ടെന്ന് പരീക്ഷയുടെ ഡിഫിക്കൽട്ടി കൂട്ടി. അപ്പോൾ ആ ഒരു സംഗതിയാണ് വീണ്ടും നിങ്ങളൊന്ന് ഓർക്കേണ്ടത്. +1 കുട്ടികൾക്ക് അറിയില്ലെങ്കിൽ ഈ സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ആലോചിച്ച് നോക്കി, ഈ വർഷവും അങ്ങനെ സംഭവിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതായത് ഇവർ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും +2 അതുപോലെ +1 പബ്ലിക് എക്സാം, മാത്സിൻ്റെയോ ഏതും ആയിക്കോട്ടെ, പബ്ലിക് എക്സാം എത്ര ഡിഫിക്കൽട്ടിയിലാണ് വരേണ്ടത്, ഏത് രീതിയിലാണ് ചോദിക്കേണ്ടത്, NCERT ബേസ്ഡ് ആണോ അല്ലാത്ത രീതിയിലാണോ, അല്ലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണിലാണോ എന്നുള്ള കാര്യം ഓൾറെഡി അവർ തീരുമാനിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ തീരുമാനിച്ചില്ലെങ്കിൽ തീരുമാനിക്കും. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആ പരീക്ഷ ഭയങ്കര ടഫ്, പബ്ലിക് എക്സാം ഭയങ്കര ടഫ്. പക്ഷേ നിങ്ങളിപ്പോൾ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്രിസ്മസ് എക്സാം ഭയങ്കര ഈസി, മോഡൽ എക്സാം ഭയങ്കര ഈസി, എന്നിട്ട് പബ്ലിക് എക്സാം ഭയങ്കര ടഫ്, വേറെ തന്നെ സാധനം. ഇതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ പബ്ലിക് എക്സാം അവർ ഓൾറെഡി ടഫായിട്ട് തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെ 1-2 സബ്ജക്റ്റ് ടഫായിട്ട് വെക്കണം, അല്ല ഈ രീതിയിൽ വെക്കണം, ഈ ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ല എന്നവർ അങ്ങനെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് എക്സാം അങ്ങനെ ആക്കാം, ആ രീതിയിലാക്കുക, അതേ പാറ്റേണിലാക്കുക. മോഡൽ എക്സാമും അതേ പാറ്റേണിലാക്കണം. അതിനാണ് നമ്മൾ മോഡൽ എക്സാം എന്ന് വിളിക്കുന്നത്. ആ പാറ്റേണിലാക്കുക. എന്നിട്ട് പബ്ലിക് എക്സാം അങ്ങനെ തന്നെ ആക്കുക, ടഫാക്കിക്കോ. പക്ഷെ അങ്ങനെയാണ് പ്ലാനെങ്കിൽ നമുക്ക് എന്ത് വേണം? ക്രിസ്മസ് എക്സാം അതുപോലെ തന്നെ വേണം. ഇതല്ലേ അതിൻ്റെ ഒരു ഫെയർ രീതി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തംബ്നെയിൽ കൊടുത്തത്. അപ്പോൾ എൻ്റെ ആഗ്രഹം ഒരിക്കലും എന്തല്ല, നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം ടഫ് ആകണം എന്നല്ല എൻ്റെ ആഗ്രഹം. പക്ഷേ പബ്ലിക് എക്സാം ടഫായിട്ടാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും സബ്ജക്ട്സിൻ്റെ പബ്ലിക് എക്സാം ഒരു പ്രത്യേക രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ക്രിസ്മസ് എക്സാം ആ രീതിയിലാക്കിക്കോ, ഒരു കുഴപ്പമില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രിസ്മസ് എക്സാമിന് മാർക്ക് കുറഞ്ഞാൽ പോലും അത് സർപ്രൈസ് ആയിരിക്കും, ഷോക്കൊക്കെ ആയിരിക്കും. അങ്ങനെ ആയാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ പഠനത്തിൻ്റെ സ്റ്റൈൽ നമുക്ക് മാറ്റാം, പഠന രീതികൾ മാറ്റാം, ചെയ്യുന്ന ചോദ്യങ്ങളുടെ സ്റ്റൈൽ മാറ്റാം, ചെയ്ത ചോദ്യങ്ങളുടെ സോഴ്സ് മാറ്റാം. വെറുതെ നമുക്ക് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യം, നമുക്ക് വല്ലാത്ത ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാൻ അറിയാത്തതുകൊണ്ടല്ലോ, ടീച്ചേഴ്സിനെ പഠിപ്പിക്കാൻ അറിയാത്തതുകൊണ്ടല്ലോ. നമുക്ക് അതിൻ്റെ സ്റ്റൈൽ മാറ്റാനുള്ള സമയം നമുക്ക് ബാക്കിയുണ്ടോ? അത് മോഡൽ എക്സാമിന് അങ്ങനെ ചെയ്താൽ നമുക്ക് സമയം ഉണ്ടാവില്ല. മോഡൽ എക്സാമിന് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ശരിയാണ്. പക്ഷേ നമുക്ക് നമ്മുടെ ഇത് മാറ്റി വീണ്ടും പഠിച്ചെടുക്കാനുള്ള സമയം നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പബ്ലിക് എക്സാം നിങ്ങൾ ടഫാക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ മാറ്റണമെന്ന് ഞാൻ പറയുന്നത് ചെയ്തോ. പക്ഷേ ക്രിസ്മസ് എക്സാം അതുപോലെ ആക്കണം. ഓക്കെ, അപ്പം ഈ വീഡിയോ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് മാത്രമല്ല നിങ്ങളുടെ ടീച്ചേഴ്സിനൊക്കെ ഷെയർ ചെയ്യണം. കാരണം ഇത് നമ്മളിങ്ങനെ കുറച്ച് പേരിരുന്നിട്ട് സംസാരിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇതിൻ്റെ അറിയേണ്ട ആൾക്കാർ, അതോറിറ്റീസ് ഇത് അറിയണം. വളരെ സിമ്പിൾ റിക്വസ്റ്റാണ്, ആരെ അറ്റാക്ക് ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല. പബ്ലിക് എക്സാം എങ്ങനെയാണോ അതുപോലെയാണ് ക്രിസ്മസ് എക്സാമെങ്കിലും മോഡൽ എക്സാമെങ്കിലും. കുട്ടികൾക്ക് എന്താണ്? കുട്ടികൾക്ക് അനാവശ്യമായിട്ട് ടെൻഷൻ ഉണ്ടാവില്ല. അവർക്ക് പിന്നീട് പരീക്ഷ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ട്രോമയോ അതിൻ്റെ സ്ട്രെസ്സോ അവർക്ക് പിന്നീട് ഉണ്ടാവില്ല. എന്നാൽ ഡിസേർവ് ചെയ്യുന്ന കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടുകയും ചെയ്യും, ഡിസേർവ് ചെയ്യാത്ത കുട്ടികൾക്ക് മാർക്ക് കുറവായിരിക്കും ചെയ്യുക. ആ ഗവൺമെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് നടക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സിമ്പിൾ കാര്യം നിങ്ങൾ എത്തേണ്ട ആൾക്കാരിൽ എത്തിച്ചാലേ നമുക്ക് ഈ വീഡിയോ കൊണ്ട് കാര്യമുള്ളൂ. അല്ലാണ്ട് നമ്മൾ കുറേ ഇവിടെ കുത്തിയിരുന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടൊന്നും ഇവിടെ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ അത് നിങ്ങൾ ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതേസമയം ഈ ഒരു കാഴ്ചപ്പാടിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിന് വേറെ എന്തെങ്കിലും സൊല്യൂഷൻ ആണോ നിങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ ഇതന്നെയാണോ നിങ്ങൾക്ക് കറക്റ്റ് സൊല്യൂഷൻ ആയിട്ട് തോന്നുന്നത് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി എന്ത് ചെയ്യാം, ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെങ്കിലും നിങ്ങൾ ടീച്ചർ ആണെങ്കിലും നിങ്ങൾ പേരൻ്റ് ആണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യാം, ഒന്ന് നിങ്ങളുടെ കമൻറ്റും കൂടെ നിങ്ങളിടുക. അത് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടല്ല, ബാക്കിയുള്ളവർക്ക് അത് മനസ്സിലാക്കാനും അതിൻ്റെ ഒരു ചർച്ച നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.